അത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞു, സംശയമില്ല. പെട്ടി പൊട്ടിക്കുക വേണ്ടു. ഇനി UDF വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞു, അതിൽ ആ സംശയമില്ല. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പക്ഷേ വയനാട്ടിൽ ഒരു വീടെങ്കിലും പണിത് കൊടുക്കട്ടെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിനു മുമ്പ് പറഞ്ഞത്. അത് കേട്ട വോട്ടർമാർ UDFൻ്റെ ഈ വീട് പണിയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. ഞാൻ നേരത്തെയും ചോദിച്ച കാര്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിയ വിഷയങ്ങൾ നേരത്തെ ശ്രീ A. സജീവൻ ഉൾപ്പെടെ പറയുന്നത് കേട്ടു. അദ്ദേഹം പോയ മണ്ഡലങ്ങളിലൊന്നും തന്നെ, അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ ആളുകൾ ശ്രീ N. ശ്രീകുമാർ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ ചർച്ച ചെയ്തത്. അവരുടെ വിഷയങ്ങൾ വേറെയായിരുന്നു. ആ വിഷയങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രബുദ്ധരായ വോട്ടർമാരെ കുറച്ച് കാണേണ്ടത് ഉണ്ടോ? അവർ ഇത്തവണ എന്തെങ്കിലും വിസ്മയം കണ്ട് അവസാനത്തെ ദിവസങ്ങളിൽ കണ്ണു മഞ്ഞളിച്ച് പോയി വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനാകുമോ ഇത്തവണ ആളുകൾ ഈ പറഞ്ഞ പ്രചരണമാണ് കേട്ടിട്ടുള്ളത്, അതിന് വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ശ്രീ സുരേഷ് കുമാർ കാണുന്നത് എന്താണ്? നോക്കൂ, അതിനു മുമ്പ് ഞാൻ ശ്രീകുമാർ സാറിൻ്റെ രണ്ട് വിചിത്രമായ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വിചിത്രമായ വാദഗതികൾ, അതായത് പ്രേക്ഷക സമൂഹത്തെ പോലും അവരെ ഒരു സീരിയസ് ആയ ചിന്തയ്ക്ക് പ്രേരിപ്പിക്കാൻ പോലും ഉതകാത്ത വിധത്തിലുള്ളൊരു രണ്ട് വിചിത്രമായ ചിന്തയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് പെട്ടി പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ, അത് 4-ാം തീയതിയാണ്, അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ്. എനിക്ക് മനസ്സിലാകാത്തത് എന്ത് ലോജിക്കെന്നാണ്. അത് നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു കോൺഗ്രസ് ലോജിക്കാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ വോട്ടെണ്ണൽ നടക്കുന്നതിന് മുൻപ് തന്നെ അവർ മുഖ്യമന്ത്രിയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളെക്കുറിച്ചും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെക്കുറിച്ചും 2021 ചിന്തിച്ചതുപോലെ കോൺഗ്രസിന് ചിന്തിക്കാനുള്ള, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ചിന്തിക്കാനുള്ള അവകാശമൊക്കെയുണ്ട്. പക്ഷേ ആ അവകാശത്തെ ഒരു ലോജിക്കായി ജനങ്ങളുടെ മുന്നിലേക്ക് ശ്രീകുമാർ സാറിനെ പോലുള്ള ആളുകൾ അവതരിപ്പിക്കുന്നതിലെ യുക്തിയാണ് ഞാനിവിടെ ചോദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞു ഈ മന്ത്രിമാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ 2021 കാര്യങ്ങളെ സംബന്ധിച്ച്, ഇതൊക്കെ എന്ന് പറയുന്നത് ഈ 2021 കാര്യത്തെ സംബന്ധിച്ച് ചേർത്ത് വെച്ച് പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ ചർച്ചയിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നവുമില്ല, താങ്കൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് താങ്കൾ ചിന്തിക്കേണ്ട. പക്ഷേ നിങ്ങൾ നോക്കൂ, കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ ചർച്ച ഐക്യകണ്ഠേനയല്ല, അതാണ് പ്രശ്നം. അപ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കും. അങ്ങനെയാണല്ലോ ഒരു പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയെ ചൊല്ലി, മന്ത്രിമാരെ ചൊല്ലി, അതിൻ്റെ മറ്റ് ഘടകങ്ങളെ ചൊല്ലി വലിയ ഉൾപ്പോര് നടക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പേരാവർത്തിക്കുന്നില്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്, യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ അതല്ല, അങ്ങനെയല്ല എന്നുള്ള നിലയിൽ അതിനെ സാമാന്യവൽക്കരിക്കുക എന്ന റോളാണ് ഇവിടെ ഇപ്പോൾ ശ്രീകുമാർ സാർ എടുത്തിട്ടുള്ളത്. അതവിടെ നിന്നോട്ടെ. ഇപ്പോൾ എന്നോട് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ എന്ത് കണ്ടിട്ടാണ് UDF ഈ പറയുന്ന ഹൈപ്പിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അണികളെ സമാശ്വസിപ്പിക്കാനോ ആവേശം കൊള്ളിക്കാനോ, ഇത് രണ്ടിലേതോ ഒന്നാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു പുതിയ തന്ത്രം പുറത്തേക്ക് ഇറക്കുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചുപേർ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അവർ ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ് എന്ന നിലയിലേക്ക്. അതാണ് ഇവിടെ ചർച്ചയായത്, അതാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ചർച്ചയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ചർച്ചയുടെ പിന്നാലെ പോകുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, വസ്തുതകൾ തൽക്കാലത്തേക്കെങ്കിലും മറയപ്പെട്ടിരിക്കുകയാണ്, കൺകെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ ഇവിടെ ആവർത്തിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ KSRTCയിൽ സൗജന്യ യാത്രയാണ്. KSRTCയുടെ നിലനിൽപ്പ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ കേരളീയനും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇത് കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ലോജിക്ക് ഇതിൻ്റെ പിന്നിൽ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് നടക്കില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ ഭരണമേ കിട്ടില്ല എന്ന ഉറപ്പുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇവർ പറഞ്ഞ സമയത്ത്, അവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയ സമയത്ത് 2016 മുതൽ 2021 വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാത്തത് കൊണ്ടാണല്ലോ വലിയ നിലയിൽ ഹൈപ്പ് കൊടുത്തിട്ടും കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞുപോയ ശ്രീ ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആളുകൾ, അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഈ മണ്ണിൽ പരാജയപ്പെട്ടത്. വെറും 40-41 സീറ്റിലേക്ക് അവർ ഒതുങ്ങിപ്പോയത്. അതിനുശേഷം 9 സീറ്റിൻ്റെ മികവോടുകൂടി 2021 നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ സീറ്റ് വാങ്ങി 91 നിന്ന് 99 സീറ്റ് വർദ്ധിപ്പിച്ച് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന കാഴ്ചയാണ്
ഇവർ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും വകുപ്പുകളെയും പേഴ്സണൽ സ്റ്റാഫിനെയും നിശ്ചയിച്ച സന്ദർഭത്തിൽ 9 സീറ്റിൻ്റെ ഉയർച്ചയോടുകൂടി 99 എന്ന അംഗസംഖ്യയിലേക്ക് എത്തിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രത്തെ മെയ് 4 അതിരാവിലെ വരെയെങ്കിലും ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നതിന് വേണ്ടി സ്വയം സമാശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ ബുദ്ധിപൂർവം നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? നിങ്ങളൊരു വികസന നയം മുന്നോട്ട് വെച്ചോ? അല്ലെങ്കിൽ ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനത്തിനെതിരായി ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാന നിമിഷം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 28-ാം തീയതി നിങ്ങളോട് ചോദിക്കുകയാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്, എന്നാണ് അവിടെ വീട് പണി ആരംഭിക്കുന്നത്? വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പിരിച്ച ഫണ്ടിൽ നിന്നും എന്നാണ് വീട് പണി ആരംഭിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വീട് പണി ആരംഭിക്കും, അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത മാസം 4-ാം തീയതി KPCC പ്രസിഡന്റിനോട് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുകയാണ്, വീട് വയ്ക്കാനുള്ള പണം പോയിട്ട് ആ വസ്തു രജിസ്ട്രേഷൻ കഴിഞ്ഞ 78 ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ട്, ആ പണം അഡീഷണലായി കണ്ടെത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങളെ പരസ്യമായി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക എന്ന കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും അതിൻ്റെ കപടമായ മുഖം ജനങ്ങളുടെ മുമ്പേ വെളിവാക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഈ അമിത ആത്മവിശ്വാസം പങ്കുവയ്ക്കലും മന്ത്രിയും മുഖ്യമന്ത്രിയെ ചൊല്ലി തെരുവിൽ അടി നടക്കുന്നതും മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് ആ അടി പരിഹരിക്കാനെന്ന വ്യാജേന അവർ ഇറങ്ങിത്തിരിച്ച് ഇതിനെ മൂർച്ഛിപ്പിക്കുന്നതാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ രൂപത്തിലാണ് ആരും അവകാശവാദവുമായി രംഗത്തിറങ്ങേണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ എന്ന സ്ഥാപിക്കലാണ് കേരളത്തിൽ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും മുഖ്യമന്ത്രി അവരോധിക്കാനുള്ള പടപ്പുറപ്പാടല്ല നടക്കുന്നത്. മറിച്ച് എനിക്കുമാവണം, ഞാനും ഇവിടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തുടർച്ചയായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ശ്രീകുമാർ സാറിനെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചയിൽ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒരു വരി കൂടെ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു പ്രസ്താവന എന്ന് പറയുന്നത് ശ്രീ AK ആൻ്റണിയുടെ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണിയുടെ പ്രസ്താവനയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ഈ നാട്ടുപുറത്തെ കോൺഗ്രസ്സുകാർ പോലും വില കൽപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയെ ചോദ്യം ചെയ്യുന്നത് BJP പാളയത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണിയാണ്. അദ്ദേഹം എന്നിട്ട് ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരായി നടത്തുന്ന വായ്ത്താരിയെന്നും കേരളത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പോലും അതിനെ അർഹിച്ച അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടെ ശ്രീകുമാർ സാറിന്